CBSE ഇന്ന് ആ CBSEയുടെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ CBSEയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് അവരോടൊക്കെ ഒന്ന് ചോദിക്കണം നിങ്ങൾ. അവർ ഔദ്യോഗികമായി ഞങ്ങളെ ഏത് വിഷയം അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ദിവസങ്ങൾ കൊണ്ട് പരിഹാരമുണ്ടായിട്ടുണ്ട്. ദിവസങ്ങൾ കൊണ്ട്. അല്ല ഇല്ല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും BJPയുടെ തലയിൽ കെട്ടിവെക്കണോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ സംശയം? അതിന് നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ UPയിലെ കാര്യം പറഞ്ഞു. UPയിൽ നിങ്ങളിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. 1670 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായിട്ടുണ്ട് അവിടെ. 1670 ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുവാൻ അതിന് പർപ്പസ്ഫുള്ളി ആയിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ള സംശയമില്ല. ഞാൻ പറയട്ടെ, ക്രിസ്മസ് ഒരാൾ അല്ല 864 സംഭവങ്ങളുണ്ടായി ഇന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയില്ലേ, CNI ഉൾപ്പെടെയുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കൃത്യമായിട്ട് അതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം തന്നെ BJPക്കുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ പരാതികൾക്കും ഞങ്ങൾ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ആക്രമിക്കപ്പെടരുത് എന്ന കർശനമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം എല്ലാ CMമാർക്കും ചീഫ് മിനിസ്റ്റർമാർക്കും DGPമാർക്കും കർശനമായ നിർദ്ദേശം കാവലുണ്ടാകണമെന്ന് തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം. ഈ 10 വർഷത്തിനിടയിലാണോ ഈ ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യയിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അല്ലേ, അങ്ങനെ പറയരുത്. ഈ 10 കണക്കതല്ല ഈ 10 വർഷത്തിനിടയിലാണോ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരു സംശയം വേണ്ട, ഉണ്ട്. ഇപ്പോൾ കൂടി നിങ്ങളാണ് പറയുന്നത്, ഞാൻ പറയില്ല. അല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഭവൻ അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. എനിക്ക് ആ സംഘടനയെക്കുറിച്ച് സംശയം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. പക്ഷേ എൻ്റെ വിഷയം അതല്ലല്ലോ. ഇതിന് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഈ ബംഗ്ലാദേശ് ഇഷ്യൂവിനെ പോലും അഡ്രസ്സ് ചെയ്യാത്ത ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു? ഈ വിഷയങ്ങൾക്ക് പുറകിൽ ഏറ്റവും അധികമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുന്നത്? ആരാത്? BJPക്കാരാണോ? സംഘപരിവാർ സംഘടന? അല്ലല്ല, അതാരാ ചെയ്ത്? ആരാ ചെയ്യുന്നേ? പിന്നെ ഞങ്ങളോട് പറയുന്നത് അതിന്മേൽ നടപടി ഉണ്ടാകണം. അവിടെ പോലീസുണ്ട്. അവിടെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് വളരെ കൃത്യമായ നടപടി ഉണ്ടാവും. ഇവിടെ ഇൻഡോറിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. അന്ന് ജോർജ് കുര്യൻജി അതിനകത്ത് ഇടപെട്ടത്. 8 മണിക്കൂർ കൊണ്ട് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻ കൊടുത്തു. കന്യാസ്ത്രീമാർക്ക് നേരെ ഇത്തരത്തിലുള്ള സംഘടന ഉണ്ടായി. അന്ന് വലിയ പ്രചരണമായിരുന്നു ബജറംഗ് ദൾ. അത് അവിടെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരുന്നു ആ ബജറംഗ് ദൾ. അതിനും പഴി കേട്ടത് BJP RSS ആണ്. അപ്പോൾ ഇത്തരം സംഘടനകൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ. ഇത്തരം സംഘടനകളുണ്ട്. ഒരു കാര്യം വളരെ കൃത്യമായിട്ടറിയാം, ഒരു ന്യൂനപക്ഷ സമൂഹത്തെയും ആക്രമിക്കാനോ അവരെ മോശമാക്കാനോ അവരുടെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിന് CBSEയുടെ പരിപാടിക്ക് പ്രധാനമന്ത്രി എന്തിനാ വരുന്നത്? അങ്ങനെയാണെങ്കിൽ പോകണ്ടെന്ന് വെച്ചാൽ അല്ല, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ക്രൈസ്തവരെ മുഴുവൻ ആക്രമിക്കണം, അവരെ മോശമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്തിനു പോകണം? അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്തിന് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ച്? ഇന്ത്യ പോലെ 150 കോടി ജനമുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഉണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടാകണം. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഛത്തീസ്ഗഡിലുണ്ടായപ്പോൾ ഇവരാണ് പരിഹരിച്ചത്. ഛത്തീസ്ഗഡിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? BJP ആണ്. അല്ലല്ല നസി, അവിടെ ഉണ്ടാക്കിയ ഇഷ്യൂസിൽ അവിടെ തെറ്റിദ്ധാരണകരമായ ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളൊക്കെ അവിടെ വന്നാണ്. അവിടെ ആരാണ് ഇടപെട്ടത്? പ്രധാനമന്ത്രി. അവരുടെ ഇട്ടുവെച്ചിരുന്ന സെക്ഷൻ അനുസരിച്ച് ആ ഗവൺമെൻറ് സ്ട്രോങ് ആയി നിന്നിരുന്നെങ്കിൽ 10 മാസം കഴിഞ്ഞാൽ പോലും അവർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? പറയട്ടെ. പക്ഷേ അവിടെ 1 മിനിറ്റ് കൊണ്ട്
ഒരു മിനിറ്റ് കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി. ആരാ പരിഹാരം ഉണ്ടാക്കിയത്? ആരാണ് പരിഹാരം ഉണ്ടായി? പ്രധാനമന്ത്രി ഇടപെട്ട് പിറ്റേ ദിവസം 4 മണിക്ക് കേരളത്തിലെ എം പിമാരെ ഇടപെട്ടിട്ട് എന്താണ് അവിടെ ആ സർക്കാർ അവിടെ പറയട്ടെ സാർ, അങ്ങനെ തർക്കിക്കരുത്. സർക്കാർ ആ വിഷയത്തിൽ നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു. ഞങ്ങളുടെ സർക്കാർ എടുത്തു നിലപാട്. ഞങ്ങളുടെ സർക്കാർ നിലപാട് സ്വീകരിച്ചു. നിങ്ങൾക്ക് അങ്ങനെ സ്ഥാപിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതങ്ങനെ സ്ഥാപിച്ചു. കുട്ടിയുടെ മുഖത്ത് പിടിച്ച് തള്ളുന്നത് ജബൽപൂരിലെ ബിജെപിയുടെ ഉപാധ്യക്ഷയാണ്. തീർച്ചയായും അവിടെ അത്തരത്തിലുള്ളൊരു പരാതി ഇവിടെ ഇന്നും ഇന്നലെയുമായിട്ട് യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് 1980 മുതലുള്ള വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രചരണമാണ് ഇന്ത്യ മുഴുവൻ. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ CBCയുടെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി തീർച്ചയായിട്ടും ഞങ്ങളത് ഗൗരവത്തിലെടുക്കും. അത് ആ പരാതികൾ പരിശോധിക്കും, വേണ്ട നടപടികൾ സ്വീകരിക്കും. അതെ, ഗുഡ് ഗവർണൻസ് ഡേ അല്ല. നിങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നില്ലേ? ഒരു മിനിറ്റ്. അദ്ദേഹം ജനിച്ച ദിനം എനിക്ക് മാറ്റാൻ പറ്റുമോ? അദ്ദേഹം ജനിച്ച ദിനം നല്ല മനുഷ്യരുണ്ടാകുന്ന ദിനം ഡിസംബർ 25 എന്റെ കുഴപ്പമാണോ? അല്ല, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അടൽ ബിഹാരിയുടെ വാജ്പേയിജിയുടെ ജനിച്ച ദിനം പാർട്ടി ആഘോഷിക്കുന്നു. അത് ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ഒരു കാര്യം. ഈ വർഷത്തെ UPയുടെ ഔദ്യോഗിക കലണ്ടർ എടുത്ത് നിങ്ങൾ നോക്ക്. എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം. അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗുഡ് ഗവർണൻസ് ഡേ എന്നല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിന് ക്രിസ്മസ് ആരെങ്കിലും ആഘോഷിക്കില്ലെന്ന് UP നാട്ടിലും പറഞ്ഞോ? ക്രിസ്മസ് ആര് പറഞ്ഞോ? അല്ലല്ല, കുട്ടികൾ സ്കൂളിലെത്തണമെന്നല്ലേ? അല്ല, പോകാമല്ലോ. അതല്ലേ ഇവിടെ ഓഗസ്റ്റ് 15-നും ഒക്ടോബർ 2-നും സർക്കാർ ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തണമെന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇത് ഓർഡറല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമുണ്ട്. ഇതായിട്ട് പറയട്ടെ ഉണ്ട്. അത് പറഞ്ഞാൽ എല്ലാവരും കോളേജ് എത്താറുണ്ടോ? അവിടെ ക്രിസ്മസ് ആഘോഷിക്കരുത്. നിങ്ങൾ രാവിലെ മുതൽ ചിത്രീകരിച്ച് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് വിലക്കി യോഗി ആദിത്യനാഥ്? അങ്ങനെയാണോ അത് സംഭവം? അങ്ങനെയാണോ? അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ? അതിന് മറുപടിയില്ല സാറേ.